Welcome to Brilliance TV. Today's topic, current affairs. Objective multiple questions. Current affairsൽ നിന്ന് മത്സര പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത്. ആദ്യത്തെ ചോദ്യം, എന്താണ് വന്ദേ ഭാരത് മിഷൻ? വാട്ട് ഈസ് വന്ദേ ഭാരത് മിഷൻ? എ, കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവാസികളെ കടൽ മാർഗം നാട്ടിലെത്തിച്ച രക്ഷാദൗത്യം. മിഷൻ അണ്ടർടേക്കൺ ബൈ ഇന്ത്യ ടു ബ്രിങ് സിറ്റിസൺസ് ഫ്രം ഗൾഫ് കൺട്രീസ് ത്രൂ ഷിപ്പ് അറ്റ് ദ ടൈം ഓഫ് കോവിഡ്. ബി, കോവിഡിനെ തുടർന്ന് വിദേശത്ത് കുടുങ്ങിയ പ്രവാസികളെ വിമാനമാർഗം നാട്ടിലെത്തിച്ച രക്ഷാദൗത്യം. മിഷൻ ബൈ ഇന്ത്യ ടു ബ്രിങ് ബാക്ക് ഇന്ത്യൻസ് ഫ്രം ഫോറിൻ കൺട്രീസ് ബൈ എയർ ഡ്യൂറിങ് കോവിഡ്. സി, കോവിഡ് പശ്ചാത്തലത്തിൽ ദക്ഷിണ ഇന്ത്യൻ സമുദ്രത്തിലെ രാജ്യങ്ങൾക്ക് മരുന്നും ഭക്ഷണ സാധനങ്ങളും നൽകാൻ ഇന്ത്യ ഏറ്റെടുത്ത ദൗത്യം. മിഷൻ ലോഞ്ച്ഡ് ബൈ ഇന്ത്യ ടു പ്രൊവൈഡ് ഫുഡ് ആൻഡ് മെഡിസിൻ ടു കൺട്രീസ് ഇൻ സദേൺ ഇന്ത്യൻ ഓഷ്യൻ ഡ്യൂറിങ് കോവിഡ്. ഡി, കൊറോണ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 20 ലക്ഷം കോടി രൂപയുടെ ഉത്തേജന പാക്കേജ്. The 20 lakh crore economic stimulus announced by the center government to overcome COVID-19 crisis. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, എന്താണ് വന്ദേ ഭാരത് മിഷൻ? ഇനി ഉത്തരത്തിലേക്ക് കടക്കാം. ആൻസർ ബി, കോവിഡിനെ തുടർന്ന് വിദേശത്ത് കുടുങ്ങിയ പ്രവാസികളെ വിമാനമാർഗം നാട്ടിലെത്തിച്ച രക്ഷാദൗത്യം. അതാണ് വന്ദേ ഭാരത് മിഷൻ. Mission by India to bring back Indian citizens from foreign countries by air during COVID. ഇനി നമുക്ക് ഏതാനും ചില പ്രധാനപ്പെട്ട ഓപ്ഷനിൽ സൂചിപ്പിച്ച മറ്റുള്ള ദൗത്യങ്ങളെക്കുറിച്ച് പഠിക്കാം. ഒന്ന്, സമുദ്ര സേതു മിഷൻ. എന്താണ് സമുദ്ര സേതു മിഷൻ? Mission undertaken by India to bring our citizens from foreign countries through ship during the time of COVID. കോവിഡ് കാലഘട്ടത്തിൽ വിദേശികളെ, പ്രവാസികളായിട്ടുള്ള വിദേശികളെ കപ്പൽ മാർഗം ഇന്ത്യയിലെത്തിച്ച ദൗത്യമാണ് സമുദ്ര സേതു മിഷൻ. ഇനി മിഷൻ സാഗർ എന്താണെന്ന് നോക്കാം. മിഷൻ ലോഞ്ച്ഡ് ബൈ ഇന്ത്യ ടു പ്രൊവൈഡ് ഫുഡ് ആൻഡ് മെഡിസിൻ ടു കൺട്രീസ് ഇൻ ദി സദേൺ ഇന്ത്യൻ ഓഷ്യൻ. ദക്ഷിണ ഇന്ത്യൻ സമുദ്രത്തിലുള്ള രാജ്യങ്ങൾക്ക് മരുന്നും ഭക്ഷണവും എത്തിക്കാൻ വേണ്ടി ഇന്ത്യ ഏറ്റെടുത്ത് നടപ്പാക്കിയ ദൗത്യമാണ് മിഷൻ സാഗർ. ഇനി ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്താണെന്ന് നോക്കാം. ദി 20 lakh crore economic stimulus package announced by the center government to overcome COVID-19 crisis. ഇവിടെ വന്ദേ ഭാരത് മിഷനെ കുറിച്ചാണ് ചോദ്യം. ആ ചോദ്യത്തിൽ വന്ന പ്രധാനപ്പെട്ട ഓപ്ഷൻസ് കൂടി നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ദ മിഷൻ ബൈ India to bring back Indian from foreign countries by air during the time of COVID. അതാണ് വന്ദേ ഭാരത് മിഷൻ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിസർഗ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. ദ കൺട്രി വിച്ച് ഗേവ് നെയിം ടു നിസർഗ സൈക്ലോൺ. എ, ബംഗ്ലാദേശ്. ബി, ഇന്ത്യ. സി, ചൈന. ഡി, തായ്ലാൻഡ്. ഉത്തരം എ, ബംഗ്ലാദേശ്. The cyclone Nisarga affected Gujarat and Maharashtra in the first week of June 2020. ജൂൺ 2020 ആദ്യ ആഴ്ചയിൽ ഇന്ത്യയിൽ വീശിയടിച്ച നിസർഗ സൈക്ലോൺ കൂടുതൽ ദുരന്തമുണ്ടാക്കിയ സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയും ഗുജറാത്തുമാണ്. ഇറ്റ് വാസ് ഫോംഡ് ഇൻ അറേബ്യൻ സീ. അറബിക്കടലിലാണ് നിസർഗ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത്. The cyclone Umpun was named by Thailand. തായ്ലാൻഡ് പേര് നൽകിയ ചുഴലിക്കാറ്റാണെങ്കിൽ അത് ഉംപുൻ. ഇന്ത്യ പേര് നൽകിയ സൈക്ലോൺ ആണെങ്കിൽ അത് ഗതി. സൈക്ലോൺ ഗതി വാസ് നെയ്മഡ് ബൈ ഇന്ത്യ. ബംഗ്ലാദേശ് ഗേവ് ദ നെയിം നിസർഗ ടു സൈക്ലോൺ. അതായത് ചുഴലിക്കാറ്റിന് നിസർഗ എന്ന പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. 2020 ജൂണിൽ DRDO വികസിപ്പിച്ച അണുനശീകരണ സംവിധാനം. The disinfection unit developed by DRDO in June 2020. A, Ayushman Bharat. B,
സ്വച്ഛ് ഭാരത്, സി അൾട്രാ സ്വച്ഛ്, ഡി ഇതൊന്നുമല്ല. അപ്പോൾ 2020 ജൂണിൽ DRDO വികസിപ്പിച്ച അണുനശീകരണ സംവിധാനം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം അൾട്രാ സ്വിച്ച്. The Defense Research and Development Organization DRDO has developed a disinfection unit called Ultra Switch to disinfect a wide range of materials during personal protection equipment PPE, electronic items, fabric, etc. ഇത് കോവിഡ് കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധേയമായ ഒരു ഡെവലപ്മെൻ്റാണ്. അൾട്രാ സ്വിച്ച് എന്ന അണുനശീകരണ സംവിധാനം DRDO വികസിപ്പിച്ചത്. അടുത്ത ചോദ്യത്തിന് മുമ്പ് നമുക്ക് ഈ ചോദ്യത്തിൽ നമ്മൾ പരിചയപ്പെട്ട ഏതാനും ചില ഓപ്ഷൻസ് കൂടി നമുക്ക് പരിശോധിക്കാം. ആയുഷ്മാൻ ഭാരത് സ്കീം, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന PMJAY. It provides a health cover of up to rupees 5 lakh per 100 million families across the country. അപ്പോൾ സമഗ്രമായിട്ടുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് സ്കീം. ഇനി എന്താണ് സ്വച്ഛ് ഭാരത് മിഷൻ അഥവാ സ്വച്ഛ് ഭാരത് അഭിയാൻ അല്ലെങ്കിൽ ക്ലീൻ ഇന്ത്യ മിഷൻ? ഇത് ഒരു പദ്ധതിയുടെ തന്നെ വിവിധ പേരുകളാണ്. It is a country-wide campaign of 2014 to 2019 to eliminate open defecation and improve solid waste management in urban and rural area in India. സമഗ്രമായിട്ടുള്ള ശുചിത്വ പദ്ധതി അതാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ. 2014 മുതൽ 2019 വരെ ഇന്ത്യയിൽ നടപ്പാക്കിയ ബൃഹത്തായിട്ടുള്ള ക്ലീൻ ഇന്ത്യ മിഷൻ. അത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു ശുചിത്വ പ്രവർത്തന പദ്ധതിയായിരുന്നു. അൾട്രാ സ്വിച്ച് ഈസ് ദി ഡിസിൻഫെക്ഷൻ യൂണിറ്റ് ഡെവലപ്ഡ് ബൈ DRDO. അപ്പോൾ നമ്മളുടെ ആ ചോദ്യത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. അൾട്രാ സ്വിച്ച് എന്ന ഡിസിൻഫെക്ഷൻ യൂണിറ്റ് ഡെവലപ്പ് ചെയ്തത് ആരായിരുന്നു? അണുനശീകരണ യൂണിറ്റ് ഡെവലപ്പ് ചെയ്തത് ആരായിരുന്നു എന്നായിരുന്നു ഒറിജിനൽ ചോദ്യം. അത് DRDO ആണ്. അതിൻ്റെ പേരാണ് അൾട്രാ സ്വിച്ച്. നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രത്യേക സൂക്ഷ്മ വായ്പാ പദ്ധതി, ദ സ്പെഷ്യൽ മൈക്രോ ക്രെഡിറ്റ് ഫെസിലിറ്റി സ്കീം ലോഞ്ച്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഫോർ സ്ട്രീറ്റ് വെൻഡേഴ്സ്. ഓപ്ഷൻസ് നോക്കാം. എ PM സ്വാനിധി, ബി പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം PMEGP, സി ഉദ്യോഗ് ആധാർ മെമ്മോറാണ്ടം സ്കീം, ഡി ഇതൊന്നുമല്ല. ഉത്തരം PM സ്വാനിധി. വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രത്യേക സൂക്ഷ്മ വായ്പാ പദ്ധതിയാണ് PM സ്വാനിധി. സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി. PM സ്വാനിധിയുടെ പൂർണ്ണമായിട്ടുള്ള പേരാണ് PM സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി. A special microcredit facility launched by the Ministry of Housing and Urban Affairs aims to provide affordable loan to street vendors. വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രത്യേക സൂക്ഷ്മ വായ്പാ പദ്ധതി അതാണ് PM സ്വാനിധി. ഇനി ഇതിൽ നമ്മൾ പഠിച്ച ഏതാനും ചില ഓപ്ഷൻസ് കൂടി നമുക്ക് പരിശോധിക്കാം. ഉദ്യോഗ് ആധാർ മെമ്മോറാണ്ടം സ്കീം replaces a previous registration process called the SSI registration for MSME registration. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് രജിസ്ട്രേഷന് MSME രജിസ്ട്രേഷൻ എന്നാണ് നേരത്തെ പേര് നൽകിയിരുന്നത്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം ബിസിനസ് സംരംഭങ്ങൾ, ആ സംരംഭങ്ങളുടെ പഴയ കോമൺ ആയിട്ടുള്ള പേര് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നായിരുന്നു. ആ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി MSME രജിസ്ട്രേഷൻ എന്നാണ് പൊതുവെ പറയപ്പെട്ടിരുന്നത്. ആ MSME രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് രജിസ്ട്രേഷൻ്റെ പേര് ഇപ്പോൾ പുതുക്കി, അതാണ് ഉദ്യോഗ് ആധാർ മെമ്മോറാണ്ടം സ്കീം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം PMEGP എന്താണെന്ന് നോക്കാം. It is a credit linked subsidy program
administrated by the Ministry of Micro, Small and Medium Enterprises, Government of India. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു വിങ് ആയിട്ടുള്ള മിനിസ്ട്രി ഓഫ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ക്രെഡിറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള സബ്സിഡി പ്രോഗ്രാമാണ് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. അപ്പോൾ നോക്കുക, നമ്മൾ ഇവിടെ പഠിച്ചത് PM സ്വാനിധിയെക്കുറിച്ചാണ്. എന്താണ് PM സ്വാനിധി എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം നമ്മൾ പഠിച്ചു. ദി സ്പെഷ്യൽ മൈക്രോ ക്രെഡിറ്റ് ഫെസിലിറ്റി സ്കീം ലോഞ്ച്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഫോർ സ്ട്രീറ്റ് വെൻഡേഴ്സ്. സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടി, വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ്, ലോൺ ഫെസിലിറ്റിയാണ് PM സ്വാനിധി. അഞ്ചാമത്തെ ചോദ്യം, 2020 മാൻ കി ബാത്ത് പരിപാടിയിൽ പ്രഖ്യാപിച്ച വീഡിയോ ബ്ലോഗിംഗ് മത്സരം. ദ വീഡിയോ ബ്ലോഗിംഗ് കോൺടെസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ മാൻ കി ബാത്ത് ഇൻ 2020. A. യോഗ അറ്റ് ഹോം ആൻഡ് യോഗ വിത്ത് ഫാമിലി. B. യോഗ ഫോർ ക്ലൈമറ്റ് ആക്ഷൻ. C. മൈ ലൈഫ് മൈ യോഗ. D. ഇതൊന്നുമല്ല. അപ്പോൾ 2020 മാൻ കി ബാത്ത് പരിപാടിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച വീഡിയോ ബ്ലോഗിംഗ് മത്സരം, അതിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഉത്തരം ഇതാണ്, മൈ ലൈഫ് മൈ യോഗ. മൈ ലൈഫ് മൈ യോഗ. അപ്പോൾ യോഗയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ പരിഗണിച്ചത്. ജൂൺ 21 പ്രാധാന്യം ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ജൂൺ 21 വേൾഡ് യോഗ ഡേ. യോഗ അറ്റ് ഹോം ആൻഡ് യോഗ വിത്ത് ഫാമിലി, ഇതാണ് 2020 യോഗ ദിനത്തിലെ, അന്തർദേശീയ യോഗ ദിനത്തിലെ തീം അഥവാ മുദ്രാവാക്യം. യോഗ അറ്റ് ഹോം ആൻഡ് യോഗ വിത്ത് ഫാമിലി. ഇനി എന്താണ് യോഗ ഫോർ ക്ലൈമാറ്റിക് ആക്ഷൻ എന്ന് നോക്കാം. യോഗ ഫോർ ക്ലൈമാറ്റിക് ആക്ഷൻ, തീം ഓഫ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ 2019. കഴിഞ്ഞ വർഷം 2019 ഇൻ്റർനാഷണൽ യോഗ ഡേയുടെ തീമായിരുന്നു യോഗ ഫോർ ക്ലൈമറ്റ് ആക്ഷൻ. മൈ ലൈഫ് മൈ യോഗ ഈസ് ദ വീഡിയോ ബ്ലോഗ് കോൺടെസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ മാൻ കി ബാത്ത് ഇൻ 2020. അപ്പോൾ ചോദ്യവും ഉത്തരവും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ചോദ്യം ഇതാണ്, 2020 മാൻ കി ബാത്ത് പരിപാടിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച വീഡിയോ ബ്ലോഗിംഗ് മത്സരം, അതിൻ്റെ ഉത്തരമാണ് മൈ ലൈഫ് മൈ യോഗ. ആറാമത്തെ ചോദ്യം, രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിനായി 2020 കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ ആരംഭിച്ച പദ്ധതി. ദ നാഷണൽ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ യൂത്ത് ഇൻ ഇന്ത്യ ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഇൻ 2020. എ. സാക്ഷം. ബി. ആസ്പയർ. സി. റെസ്പോൺസിബിൾ AI ഫോർ യൂത്ത്. റെസ്പോൺസിബിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ യൂത്ത്. ഡി. പ്രേരണ. അപ്പോൾ ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹത്തിനായി 2020 കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ ആരംഭിച്ച പദ്ധതി. അതിൻ്റെ ഉത്തരം റെസ്പോൺസിബിൾ AI ഫോർ യൂത്ത്. റെസ്പോൺസിബിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ യൂത്ത്. AI മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നിർമ്മിത ബുദ്ധി. അതായത് നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ മേഖലയിൽ ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള ടെക്നോളജിക്കൽ സെക്ടറാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇന്ത്യയിലെ യുവാക്കളെ നിർമ്മിത ബുദ്ധിയിലേക്ക് ആകർഷിച്ച് ആ മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാക്കാനാണ് ഇന്ത്യ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിനായി ഒരു ചലഞ്ച് എന്നുള്ള രീതിയിൽ ദേശീയ തലത്തിൽ റെസ്പോൺസിബിൾ AI ഫോർ യൂത്ത് എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചോദ്യത്തിൽ നമ്മൾ പരിചയപ്പെട്ട ഏതാനും ചില ഓപ്ഷൻസ്, ആ ഓപ്ഷൻസ് മത്സര പരീക്ഷയ്ക്ക് സുപ്രധാനമായിട്ടുള്ള ടോപ്പിക്കാണ്. അതിലേക്ക് നമുക്ക് കടക്കാം. ദി സാക്ഷം പ്രോജക്റ്റ്. സാക്ഷം പ്രോജക്റ്റ് എന്താണ്? സാക്ഷം പ്രോജക്റ്റ് എയിംസ് ടു എംപവർ യങ് വിമൻ ഇൻ ഇന്ത്യ ടു ആക്സസ് ഡീസൻറ്റ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഫൈറ്റ് ജെൻഡർ നോംസ്.
ഇന്ത്യയിലെ യുവതികളെ ഉദ്ദേശിച്ച് സർക്കാർ നടപ്പാക്കിയ എംപവർമെൻറ്റ് പ്രോഗ്രാമാണ് ദി സാക്ഷം പ്രോജക്റ്റ്. വനിതകൾക്ക് മാന്യമായിട്ടുള്ള തൊഴിൽ നേടാനും ജെൻഡർ ഇന്നീക്വാളിറ്റിക്കെതിരെ പൊരുതാനും അവരെ പ്രാപ്തരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് സാക്ഷം പ്രോജക്റ്റ്. ഇനി ആസ്പയർ എന്താണെന്ന് നോക്കാം. ആസ്പയർ, എ സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് ഇന്നവേഷൻ, റൂറൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. ഇന്നവേഷൻ പ്രോത്സാഹിപ്പിക്കുക, റൂറൽ ഏരിയയിലെ വ്യവസായ സംരംഭകത്വത്തിന് ആളുകൾക്ക് ഉത്തേജനം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആസ്പയർ പ്രോഗ്രാം. ഇനി പ്രേരണയിലേക്ക് കിടക്കാം. പ്രേരണ സ്കീം എയിംസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, colleges who are willing to put up extra effort to encourage and train SC/ST category students to pursue GATE, GPAT, CMAT, GRE. അതായത് വിവിധ മത്സര പരീക്ഷകൾക്കും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്ന SC/ST വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷനും ഹയർ ലെവൽ പഠിക്കാനുമുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും എൻകറേജ് ചെയ്യാനായിട്ട് മുൻകൈയെടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അസിസ്റ്റൻസാണ് പ്രേരണ സ്കീം. പ്രേരണ സ്കീം എയിംസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ assistance to institutes, colleges who are willing to put extra effort to encourage and train SC/ST category students for various courses. അപ്പോൾ നോക്കുക, ഇതിൽ നമ്മൾ കണ്ട ചോദ്യവും ഇവിടെ നമ്മൾ പഠിച്ച ഉത്തരവും ചോദ്യവും ഒരിക്കൽ കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. റെസ്പോൺസിബിൾ AI, റെസ്പോൺസിബിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ യൂത്ത്, ദ നാഷണൽ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ യൂത്ത് ഇൻ ഇന്ത്യ. 7ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 7ാമത്തെ ചോദ്യം, ലോക ക്ഷീരദിനം, വേൾഡ് മിൽക്ക് ഡേ. A, June 5, B, September 2, C, June 1, D, December 23. അപ്പോൾ ലോക ക്ഷീരദിനം എന്ന് ഉത്തരം സി, ജൂൺ 1. വേൾഡ് മിൽക്ക് ഡേ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO of the United Nations to recognize the importance of milk as a global food. മിൽക്കിൻ്റെ പ്രാധാന്യം ലോകതലത്തിൽ വ്യാപകമാക്കാൻ വേണ്ടി ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഏറ്റെടുത്ത സുപ്രധാനമായിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവാണ് വേൾഡ് മിൽക്ക് ഡേ. ജൂൺ 5 നിങ്ങൾക്കറിയാം വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആണ്, ലോക പരിസ്ഥിതി ദിനം. ഡിസംബർ 23 നാഷണൽ ഫാമേഴ്സ് ഡേ, ദേശീയ കർഷക ദിനമാണ് ഡിസംബർ 23. സെപ്റ്റംബർ 2 വേൾഡ് കോക്കനട്ട് ഡേ ആണ്, വേൾഡ് കോക്കനട്ട് ഡേ. ലോക നാളികേര ദിനം. ജൂൺ 1 വേൾഡ് മിൽക്ക് ഡേ. 8ാമത്തെ ചോദ്യം, കേരള രഞ്ജി ടീമിൻ്റെ പുതിയ പരിശീലകൻ. 2020 കേരള രഞ്ജി ടീമിന് പുതിയ പരിശീലകനെ നിയമിച്ചു. അപ്പോൾ ചോദ്യം ഇതാണ്, ദ ന്യൂവിലി അപ്പോയിൻറ്റഡ് കോച്ച് ഓഫ് കേരള രഞ്ജി ടീം. ഓപ്ഷൻസ്: എ, ടിന്നു യോഹനാൻ, ബി, ശ്രീശാന്ത്, സി, അനന്ത പത്മനാഭൻ, ഡി, ജിസ്മോൻ ജെയിംസ്. ഉത്തരം എ, ടിന്നു യോഹനാൻ. കേരള രഞ്ജി ടീമിൻ്റെ പുതിയ പരിശീലകനാണ് ടിന്നു യോഹനാൻ. ഫസ്റ്റ് കേരള രഞ്ജി പ്ലെയർ ടു പ്ലേ വൺ ഡേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ഫോർ ഇന്ത്യ. അപ്പോൾ നമുക്ക് അടുത്തൊരു ഫാക്റ്റിലേക്ക് കിടക്കാം. ദ ഫസ്റ്റ് കേരള രഞ്ജി പ്ലെയർ ടു പ്ലേ ടെസ്റ്റ് ആൻഡ് വൺ ഡേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ഫോർ ഇന്ത്യ, അതാണ് ടിന്നു യോഹനാൻ. ടിന്നു യോഹനാൻ ഈസ് ദി ന്യൂലി അപ്പോയിൻറ്റഡ് കോച്ച് ഫോർ കേരള രഞ്ജി ടീം 2020. 9ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയുടെ, അതായത് MSMEസിൻ്റെ ശാക്തീകരണം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ടെക്നോളജി പ്ലാറ്റ്ഫോം. ദ ടെക്നോളജി പ്ലാറ്റ്ഫോം ലോഞ്ച്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി to empower micro, small and medium enterprises, MSMEs. A, DigiLocker, B, Umang, C, Champions, D, ഇതൊന്നുമല്ല, none of these. ഉത്തരം ചാമ്പ്യൻസ്.
സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോമാണ് ചാമ്പ്യൻസ്. ചാമ്പ്യൻസ് സ്റ്റാൻഡ്സ് ഫോർ Creation and harmonious application of modern process for increasing the output and national strength. ചാമ്പ്യൻസിൻ്റെ എക്സ്പാൻഷനാണ് ക്രിയേഷൻ ഓഫ് ഹാർമോണിയസ് ആപ്ലിക്കേഷൻ ഓഫ് modern processes for increasing the output and national strength. As the name suggests, the portal is basically for making the smaller unit big by solving their grievances, encouraging, supporting and helping and hand-holding. It is a real one-stop solution for MSME ministry. ഇനി നമുക്ക് ഈ ഓപ്ഷനിൽ പരിചയപ്പെട്ട ഏതാനും ചില പ്രോഗ്രാംസിൻ്റെ പേര് കൂടി നമുക്ക് പഠിക്കാം. ഉമൻ, അതിൻ്റെ എക്സ്പാൻഷനാണ് യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് governance. It is envisaged to make e-governance mobile first. It is developed by Ministry of Electronic and Information Technology and National e-Governance Division. അപ്പോൾ ഉമംഗ് എന്ന് പറഞ്ഞ യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസിന് വേണ്ടിയുള്ള, ഭരണ സംവിധാനത്തിന് വേണ്ടിയുള്ള, പുത്തൻ തലമുറ ഭരണ സംവിധാനത്തിന് വേണ്ടിയുള്ള യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉമംഗ്. ഡിജി ലോക്കർ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഓൺലൈൻ സർവീസ് പ്രൊവൈഡഡ് ബൈ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർ ഇറ്റ്സ് ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ്. ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ച ഓൺലൈൻ സേവനമാണ് ഡിജി ലോക്കർ. അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങൾ ഒരിക്കൽ കൂടി നമ്മൾ പരിശോധിക്കുന്നു. ചാമ്പ്യൻ ഈസ് ദി ടെക്നോളജി പ്ലാറ്റ്ഫോം ലോഞ്ച്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ടു എംപവർ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഉത്തരാഖണ്ഡിൻ്റെ പുതിയ വേനൽക്കാല തലസ്ഥാനമായി പ്രഖ്യാപിച്ച സ്ഥലം. വിച്ച് പ്ലേസ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് ഉത്തരാഖണ്ഡ്സ് ന്യൂ സമ്മർ ക്യാപിറ്റൽ? എ ഋഷികേശ്, ബി ഡെറാഡൂൺ, സി ഹരിദ്വാർ, ഡി ബരാരിസൻ. ഉത്തരം ഡി ബരാരിസൻ. അപ്പോൾ ഉത്തരാഖണ്ഡിൻ്റെ പുതിയ വേനൽക്കാല തലസ്ഥാനമായി പ്രഖ്യാപിച്ച സ്ഥലമാണ് ബരാരിസൻ. Bararishan in Chamoli district has been declared as Uttarakhnd's new summer capital. The landmark decision makes Uttarakhand the second state in India after Jammu and Kashmir to have two capital. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനത്തിന് 2 തലസ്ഥാനങ്ങളുണ്ടായിരുന്നു. അത് ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയപ്പോൾ അതിന് സംസ്ഥാനം എന്നുള്ള പദവി നഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ 2 തലസ്ഥാനങ്ങളുള്ള ഏക സംസ്ഥാനമായിട്ട് മാറി ഉത്തരാഖണ്ഡിൻ്റെ വേനൽക്കാല തലസ്ഥാനമാണ് ബരാരിസൻ. ഉത്തരാഖണ്ഡിൻ്റെ നിലവിലുള്ള തലസ്ഥാനം ഡെറാഡൂണാണ്. ഡെറാഡൂണിന് പുറമെ പുതുതായിട്ട് വേനൽക്കാല തലസ്ഥാനമായി പ്രഖ്യാപിച്ച സ്ഥലമാണ് ബരാരിസൻ. The state of Uttarakhand was formed as the 27th state of India. The state was formed through the Uttar Pradesh Reorganization Act of 2000. The famous tourist attraction in the state includes Nanda Devi and Valley of Flowers National Park. It is a UNESCO World Heritage Site. ബ്രില്യൻസ് കോളേജ് ഇപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട മത്സര പരീക്ഷകൾക്കും ഓൺലൈൻ കോച്ചിങ് നൽകുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് പഠിച്ച് മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടുകൂടി മത്സര പരീക്ഷയിൽ വിജയിക്കാൻ വളരെ എളുപ്പമാണിപ്പോൾ. LD ക്ലർക്ക്, LPUP അസിസ്റ്റൻറ്റ്, PSC ഡിഗ്രി ലെവൽ മത്സര പരീക്ഷകൾ, ഫുഡ് സേഫ്റ്റി ഓഫീസർ തുടങ്ങിയ എല്ലാ സുപ്രധാനമായിട്ടുള്ള മത്സര പരീക്ഷകൾക്കും ഇപ്പോൾ ഓൺലൈനായി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. LD ക്ലർക്കിന് വിജയം ഉറപ്പാക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് ബ്രില്യൻസ് കോളേജിൻ്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇന്ന് തന്നെ ഓൺലൈനായി പഠിക്കാനുള്ള അഡ്മിഷൻ നേടി നിങ്ങളുടെ സർക്കാർ ഉദ്യോഗം ഉറപ്പുവരുത്തുക. താങ്ക് യു വെരി മച്ച്.